ക്യാമറ എല്ലാം മാറ്റി വെച്ചത് ഫോട്ടോ ഒന്നും പറ്റില്ല. താങ്ക് യു ഫോർ കമ്മിങ്. പറഞ്ഞ പോലെ എല്ലാവരെയും പോലെ തന്നെ എക്സൈറ്റഡ് ആണ് ആട് 3ൻ്റെ കാര്യത്തിൽ. അപ്പം എന്നെ പോലൊരു മനുഷ്യന് കരിയറിൽ ചെയ്ത ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ്. ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്ന പ്രൊഡക്ഷൻ കമ്പനികളെയും ഫ്രൈഡേ ഫിലിംസിനെയും കായോ ഫിലിംസിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഒരു ടീം പോലെ ഓൾമോസ്റ്റ് ഒരു 300 ദിവസത്തെ സ്പാനിലാണ് നമ്മൾ 130 ഡേയ്സ് ഷൂട്ട് ചെയ്തത്. മഴയോടും കാലാവസ്ഥയോടൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടും ഫൈറ്റ് ചെയ്തിട്ടുമാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് അതിനൊരു ഗ്രാൻഡിയർ ഇപ്പോൾ ട്രെയിലറിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ചെറിയൊരു സൂചന. അപ്പം നമ്മളിട്ടത് ബേസിക്കലി സെറ്റിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ വി വർ നോട്ട് പുട്ടിങ് ജസ്റ്റ് സെറ്റ്സ്, വലിയൊരു എൻവിറോൺമെൻറ്റ് തന്നെയാണ് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ സെറ്റിൻ്റെയും കാര്യത്തിൽ ജസ്റ്റ് ഒരു സെറ്റ് പീസ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു വലിയൊരു എൻവിറോൺമെൻറ്റ് വൈസ് തന്നെ ആ ഒരു ഏരിയനെ എക്സ്പ്ലോർ ചെയ്യാൻ പ്രൊഡക്ഷൻ കമ്പനീൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഇത്രയും നല്ലൊരു ടീം വർക്കും കരിയർ വൈസിൽ ഇറ്റ് ഈസ് മൈ 28ാമത്തെ പടമാണെന്ന് തോന്നുന്നു. ബട്ട് ഇത്രയും ഭംഗിയായി ഇത്രയും ആവേശത്തോടു കൂടി 1ാം നാൾ മുതൽ ഏറ്റവും അവസാന ദിവസം വരെ ഇപ്പോൾ തിയേറ്ററിൽ റിലീസിന് വേണ്ടി എല്ലാവിധ സർവ്വസന്നാഹങ്ങളോടുകൂടി കാത്തുന്നൊരു സിനിമ വേറെ ഇല്ല. സോ ഐ എം റിക്വസ്റ്റിംഗ് യു ഓൾ ടു റീച്ച് തിയേറ്റർ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓൺ March 19th. താങ്ക് യു. അപ്പോൾ അത് ഈ പ്രാവശ്യം അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ ക്യാരക്ടറിനെയും പുതിയ ക്യാരക്ടർ അഡീഷൻസിനെയും നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും സ്വാഗതം ചെയ്യുക. അത് ആടിൻ്റെ ഒരു കീഴ്വഴക്കമാണ്. അനങ്ങിയ നമ്മൾ മാസം ട്രീറ്റ് കളയും, അങ്ങനെയാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അവതരിപ്പിക്കുക. നമ്മുടെ ഒരു പടത്തിൻ്റെ ഒരു രീതിയും സ്റ്റൈലും അങ്ങനെയാണ്. പിന്നെ നമ്മുടെ സൈജുവേട്ടൻ ഭാഗത്ത് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അവരോട് സംസാരിക്കാം, വിശേഷങ്ങൾ ചോദിക്കാം. തൊട്ടുപ്രതിരിക്കുന്ന ആളെ നിങ്ങളൊന്ന് പരിചയപ്പെട്ട് വെക്കേണ്ടതാണ്. അനീസ് നാടോടി, അദ്ദേഹമാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ. ആടിൻ്റെ പടുകൂറ്റൻ വിഷ്വൽസിന് പിന്നിൽ പുള്ളിയാണ്. പിന്നെ ഒരു ഒറിജിനൽ സാധനം കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ചിലയിടങ്ങളിൽ സീൻ എലിവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രെയിലറിൽ കേട്ട പോലുള്ള ചില ചെറിയ ട്വീക്കിങ്ങുകൾ, മൊത്തത്തിലൊരു റീമിക്സ് പരിപാടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ചില ട്വീക്കിങ്ങുകൾ മാത്രം നമ്മൾ വരുത്തുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് അത്രയും ക്യാരക്ടേഴ്സിനെ ചുരുങ്ങിയ സമയത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. ഇതിൽ ഇപ്പം നമ്മൾ പാസ്റ്റ് ടൈം ലൈനാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും പഴയ കാലഘട്ടത്തിൽ നമ്മൾ ആ ട്രെയിലറിൽ കണ്ട രാജാവിൻ്റെ ആ ലുക്കുകളിലാണ്. അപ്പോൾ അത് തന്നെ ചിത്രീകരണം ഏകദേശം ഒരു 4-5 മാസത്തോളം പോയി. അപ്പോൾ അത്രയും കാലം അവർ ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ അത് ബ്രേക്ക് ചെയ്തിട്ട് പ്രസൻറ്റ് ടൈം ലൈനിലേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഗെറ്റപ്പുകൾ പിടിച്ചു. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു, കാരണം അവരുടെ നമ്മുടെ കണ്ടിന്യൂറ്റി ഗെറ്റപ്പാണല്ലോ. പക്ഷേ മറ്റേ കാലം ഇവർ ഈ ലുക്കും വെച്ച് ഒരുപാട് കാലം അത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കേണ്ടതായിട്ട് വന്നു. ബേസിക്കലി ഒരു 4-5 മാസം ഒരു ലുക്കിൽ തന്നെ നടക്കേണ്ടി വന്നിട്ടുണ്ട് ആ പാസ്റ്റ് ടൈം ലൈൻ്റെ ഒരു ലുക്കിൽ.
നമുക്ക് ആട് കാണാൻ ഐറ്റം ഡാൻസിന് ആവശ്യമില്ല. ഇല്ല ഇല്ല. അപ്പം ഇതാരാണ് ഈ ഐറ്റം ഡാൻസ് അത് ശരി, എന്നോടാണോ ചോദിക്കുന്നത്? അത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഇത് ആക്ച്വലി നമ്മൾ ആടിനകത്ത് ഐറ്റം സോങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ഫാമിലി സിനിമ ആയതുകൊണ്ട് നമ്മളൊരു ഡാൻസ് സെറ്റ് ചെയ്യും, ഒരു എൻ്റർടൈൻമെൻറ്റ് ഡാൻസ്. കഴിഞ്ഞ പ്രാവശ്യം നിക്കോളും സോണലുമാണ് കളിച്ചത്. അതങ്ങനെ ഒരു ഐറ്റം സോങ് പരിപാടിയായിട്ടില്ല. നമ്മളൊരു നന്നായി ഒരു ഹെവി ഡാൻസ് ചിത്രീകരിക്കുക, ആ സോങ് എൻ്റർടൈൻമെൻ്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ മുഖമുദ്ര. കാരണം ഒരിക്കലും നമുക്കൊരു ഐറ്റം സോങ് വെച്ചിട്ട് നമുക്ക് യു സർട്ടിഫിക്കേഷൻ കിട്ടില്ല. അത് സെൻസർ ബോർഡിൻ്റെ പാരാമീറ്റേഴ്സിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഡാൻസ് ആണ് ആക്ച്വലി എല്ലാ ആടിലും നമ്മൾ പാർട്ട് 2 മുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ രാവിലെ ഒരു ദിവസം കണ്ണു തുറന്ന് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിഖില ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്നും പറഞ്ഞ് വലിയ വാർത്ത. അപ്പോൾ എന്നോട് ഡയറക്ടർമാർ സുഹൃത്തുക്കൾ തന്നെ 1-2 പേര് ചോദിച്ചു, നിഖില ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതൊന്നും അറിയാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. നിഖിലിനോട് ചോദിച്ചപ്പം നിഖില അന്ന് പടം വരട്ടെ പറയാമെന്ന് പറയുകയും ചെയ്തു. ആക്ച്വലി നിഖിലയുടെ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇല്ല. നമുക്ക് ഡാൻസ് ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഒരു ആൾ വന്ന് നമുക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നിഖിലല്ല. എന്താണെന്ന് വെച്ചാൽ മെയിൻ കഥാപാത്രങ്ങളെല്ലാം ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ട്രെയിലറിൽ കണ്ടമല്ലോ, ഒരാൾ വേറൊരു നമ്മുടെ ഹോളിവുഡിൽ നിന്നും ഒരു ആക്ട്രസ് വരുന്നുണ്ട്, അലിയ ബോൺ എന്നാണ് അവരുടെ പേര്. ഓൾറെഡി നിങ്ങൾ ട്രെയിലർ കണ്ടാണ്. അതാണ് മെയിൻ കഥാപാത്രം. പിന്നെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ വന്നും പോയി ആടിച്ചോലും മണ്ണിലും ഉള്ള പോലെ തന്നെ വന്നും പോയി നിൽക്കും. അത് തീർക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ചോദിച്ചോ എന്താണ്? എന്താ? ഇല്ല ഇല്ല ഇല്ല. മൾട്ടിപ്പിൾ ജോണറിൽ സിനിമ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ത്രില്ലർ സിനിമകളാണ്. അപ്പോൾ അത് തന്നെ ആസ് എ ഡയറക്ടർ കുറെ ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് വീണ്ടും ആട് 3യിലേക്ക് വന്നിരിക്കുന്നത്, അത് സേഫ് സോണിലേക്ക് വന്നത്. അപ്പോൾ ആ കഴിഞ്ഞ 2 സിനിമകൾ ആസ് എ ഡയറക്ടർ തന്ന ആ ഒരു എക്സ്പീരിയൻസ് ഈ പടത്തിൽ എത്രത്തോളം യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? എന്തൊക്കെ മാറ്റങ്ങൾ അപ്പം ആസ് എ ഡയറക്ടർ ഇതിൽ ചെയ്തിട്ടുണ്ട്? ശരിക്കും ആടിന് ശേഷം 2 ത്രില്ലേഴ്സ് വന്നു. 5-ാം പാതിര വന്നു, അബ്രഹാം ഓസ്ലർ ചെയ്തു. അതോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഒരു സീരീസും പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ആടിൻ്റെ ഷൂട്ടിലേക്ക് കടന്നത്. അപ്പോൾ ത്രില്ലർ അതിനിടയിൽ ഗരുഡൻ എഴുതി, ഫീനിക്സ് ചെയ്തു. അപ്പോൾ ത്രില്ലേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഐ ലൈക്ക് ദം. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ജോണറുകളിൽ ഒന്ന് തന്നെയാണ്. വേണമെങ്കിൽ പ്രിയപ്പെട്ട ജോണർ എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ കോമഡി സേഫ് സോൺ എന്ന് പറയുമ്പം ആക്ച്വലി കോമഡിയാണ് പാട്, ബുദ്ധിമുട്ട്. കാരണം ത്രില്ലർ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ത്രില്ലൊക്കെ അടുപ്പിച്ച് ചിലപ്പോൾ രക്ഷിച്ചെടുക്കാനൊക്കെ പറ്റിയേക്കും. പക്ഷേ ഹ്യൂമറിന് നമ്മൾ ഒരു ഹ്യൂമർ സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ പോയി. ഇപ്പോൾ ലോക സിനിമയിൽ ആക്ച്വലി എല്ലാവരും പറയുന്നത് എടുത്ത് ഫലിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോണറാണ് കോമഡി. അതെന്തുകൊണ്ടോ ആദ്യം തന്നെ ഓം ശാന്തി ഓശാനയിൽ തുടങ്ങിയപ്പോൾ അതെ പല ഏജ് ഗ്രൂപ്പിനും പല ഹ്യൂമർ, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഹ്യൂമറിന്. അപ്പോൾ അതെന്തുകൊണ്ടോ ഓം ശാന്തി ഓശാനയിൽ അത് ക്ലിക്കായപ്പം അതിൻ്റെ ഒരു നാക്ക് പിടിച്ച് നമ്മൾ കുറച്ച് സിനിമകൾ ചെയ്തതാണ്. അത് ആടിലും വർക്കൗട്ടായി. അപ്പോൾ പിന്നെ പ്രിയപ്പെട്ട ജോണർ ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ ത്രില്ലേഴ്സ് ചെയ്തു. നമ്മൾ ഓൾറെഡി ആട് 3, ആട് 2ൻ്റെ സമയത്ത് അനൗൺസ് ചെയ്തതാണ്. തിരിച്ചു വീണ്ടും നമ്മൾ ഹ്യൂമറിലേക്ക് വരുന്നു. ഇത്തവണ നമ്മൾ പുതിയൊരു ആടുമായിട്ട് വരികയാണ്. ഇവരില്ലാതെ എന്ത് സിനിമ? അതൊക്കെ അവർക്കും അറിയാം. നേരത്തെ ഇതിൻ്റെ കഥ അല്ലേ ഉണ്ടാവുമെന്നും ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവുമെന്നൊക്കെ ഉള്ള അറിയാം. പിന്നെ ഈ പാപ്പനൊക്കെ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ ഇതും ചുമ്മാ ഒരു നമ്പർ അടിച്ചതാ. ഇപ്രാവശ്യം രക്ഷപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ല ഷൂട്ട് നമ്മൾ ഫ്രഷായിട്ട് അത് ചെയ്യണോ? അത് സ്ക്രിപ്റ്റ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്നത് തന്നെ ഇതിൻ്റെ ഒരു ആദ്യ ഭാഗം ഒരു 2 സിനിമയിൽ നമ്മൾ ആട് ഫ്രാഞ്ചൈസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഭാഗം ഷൂട്ട് ചെയ്യാം എന്ന് കരുതി തന്നെയാണ് ഇറങ്ങിയത്. അതിൻ്റെ ഒരു അടുത്ത ഭാഗം വരുന്നതിൻ്റെ ഒരു ചെറിയ പ്രിലൂഡ് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത ഈ പാർട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്ത ഭാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് ഇഷ്ടപ്പെട്ടു എന്നൊരു ഗ്രീൻ സിഗ്നൽ തന്നാൽ നമ്മളത് തുടങ്ങുന്നതാണ്, എത്രയും വേഗം തുടങ്ങുന്നതാണ്. എഴുതുമ്പോൾ ഇത്ര വലിപ്പം ഉണ്ടായിരുന്നു, എഴുതുന്ന സമയത്ത് ഇത്ര വലിപ്പം, എഴുതി കഴിഞ്ഞ് പിന്നീട് പ്രൊഡ്യൂസറിനെ ഇത് ബോധ്യപ്പെടുത്തുള്ളൂ ഇത്രയും വലിപ്പം ഉണ്ട്, ഇത്രയും പണം ചെലവാകും. ആ സമയം എങ്ങനെയാണ് എഴുതുമ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു? ഇത്രയും വലിയൊരു, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ വന്നല്ലോ, നെഗോസിയേഷൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും വാരിക്കോരി ശമ്പളം കൊടുത്തേക്കാന്നൊക്കെ കരുതിയാണ് നിർമ്മാതാവ് വരുന്നത്. പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പ്ലാനെല്ലാം തകിടം പറിച്ചത്. കാരണം ബഹുഭൂരിപക്ഷ ശമ്പളവും നമുക്ക് സ്ക്രീനിലേക്ക് കാണിക്കാൻ ആവശ്യമായി വന്നു. അപ്പോൾ ആ വലിപ്പം നമ്മൾ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിങ്ങനെ ചലഞ്ചിങ് ആവും നമുക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ
വിജയചേട്ടൻ വേണുചേട്ടനെ കൂടി പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അങ്ങനെ ഒരു സ്കോപ്പുള്ള ഒരു വലിയ സംരംഭമാണ് ആട് 3. അപ്പോൾ അത് 2 പാർട്ട് സിനിമയായിട്ട് കൺസീവ് ചെയ്തു. അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എക്സിക്യൂഷൻ കഴിഞ്ഞു, ഒരു പ്രിലൂഡും ചെയ്തിട്ടുണ്ട്. പ്ലസ് സെക്കൻഡ് പാർട്ടിൻ്റെ സ്ക്രിപ്റ്റ് തീർത്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ സ്വീകരണത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഷൂട്ടിങ്ങിലേക്ക് കടക്കുന്നതാണ്. ഹെവി പടങ്ങൾ തന്നെയാണ്. ടോക്സിക്കും ഉണ്ട്, ദുരന്തവും ഉണ്ട്. അപ്പം എങ്ങനെയാണ് അതിനെ ഇപ്പോൾ തിയേറ്റേഴ്സിൻ്റെ എണ്ണം ഇപ്പോൾ പ്രേക്ഷകർ ഏതിലേക്ക് കയറും അല്ലെങ്കിൽ ഏതധികം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ? അല്ല, ഇതുപോലൊരു സീസൺ മലയാളത്തിൽ വളരെ കുറച്ച് സീസണുകളിലേ ഉള്ളൂ. ഇതുപോലൊരു സീസണിൽ വേറെ പടങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ മാത്രം ഒരിക്കലും അങ്ങനെ ഒരാളല്ലല്ലോ. അപ്പോൾ എന്തായാലും പടങ്ങൾ ഉണ്ടാവും. 2 അന്യഭാഷാ ചിത്രങ്ങൾ വരുന്നു. അതിലൊരെണ്ണം ഫസ്റ്റ് പാർട്ട് ഹിറ്റായ സിനിമ തന്നെയാണ്. വേറൊരെണ്ണം ഇതേപോലെ ഓൾ ഇന്ത്യ ലെവലിൽ ഇറങ്ങുന്ന ഒരു മാസ് സിനിമയാണ്. പക്ഷേ ആട് എന്ന് പറയുന്നത് മലയാളികളുടെ സ്വന്തം ഫ്രാഞ്ചൈസിയാണ്. മലയാളികളുടെ കഴിഞ്ഞ 8 വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ആട് 3 എന്ന് വരും എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരവുമായി ഞങ്ങൾ വരികയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. മലയാള സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആടിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ കൊണ്ടുവരുന്നു. ഇനി നിങ്ങൾ പറയോ അതിൻ്റെ കൂടെ വേറെ പടം ഉണ്ടായിരുന്നല്ലോ, ഇനി എന്ന് പറഞ്ഞ് ഞങ്ങളെ കാല് വരുന്നത് നിങ്ങളെന്താ ഒറ്റക്കിറക്കാഞ്ഞ് എന്നൊന്നും ചോദിക്കരുത്. പിന്നെ ഇത് ഒരു ക്ലീൻ വ്യൂ ചിത്രമാണ്, ഫാമിലി എൻ്റർടൈനർ. അപ്പോൾ ഒരു സമ്മർ കാലത്ത് ഹോളിഡേ തുടങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് ഹോളിഡേയ്സ് ഉള്ള അല്ലെങ്കിൽ എക്സാമുകളൊക്കെ കുറേ കഴിഞ്ഞു, പിന്നെ കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും എല്ലാ എക്സാമുകളും കഴിയുന്നു, കുട്ടികളും ഫ്രീ ആണ്. അപ്പോൾ ഫാമിലിയോടൊപ്പം ഒരുമിച്ച് വന്നിരിക്കാവുന്ന, അതായത് 18+ അല്ല, 10 വയസ്സോ 5 വയസ്സോ 2 വയസ്സോ ഉള്ള കുട്ടികൾക്ക് പോലും അമ്മയ്ക്കും അച്ഛനോടൊപ്പം വന്നിരുന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. അതാണ് നമ്മുടെ ഓഡിയൻസ്. ഇതൊരു ക്ലീൻ വ്യൂ ചിത്രമായിരിക്കും എന്നുള്ളത് 24 പടത്തിൻ്റെ സെൻസറിങ്ങിന് പോയാൽ എനിക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു കട്ട് സെൻസർ പറഞ്ഞാൽ തന്നെ ഞങ്ങളത് കട്ട് ചെയ്യാൻ തയ്യാറുമാണ്. കാരണം ഇത് കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് വന്ന് കാണേണ്ട സിനിമയായതുകൊണ്ട് ആ ഓഡിയൻസ് ആടിലേക്ക് വരും എന്ന് തുടക്കത്തിൽ തന്നെ ആടിലേക്ക് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും.